ഭാര്യയൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്ത ചെറുക്കനോട് ചെറിയ ഇതുണ്ടായിരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാർത്തകൾ ഇപ്പോൾ നിരന്തരമായി കേൾക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് പ്രണയ മരണങ്ങൾ ഉണ്ടാകുന്നു, അതായത് പ്രണയം മൂലം മരണങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും അത്തരത്തിലുള്ളൊരു മരണം കേട്ടതാണ്. അതായത് ഒരു IB ഉദ്യോഗസ്ഥരുടെ മരണം. അതിന്റെ വിവാദങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടില്ല, അതിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നും അച്ചൻകോവിൽ ആറ്റില് ചാടി ഒരു പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ എന്തിനാണ് ചെയ്തത് എന്നറിയുമ്പോഴാണ് നമുക്ക് വലിയ ഞെട്ടലുണ്ടാകുന്നത്. അതായത് 14 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ പേര് ആവണി എന്നാണ്. അപ്പൊ ഈ പെൺകുട്ടി എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കടുങ്കൈ ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഈ ആറ്റിൽ ചാടി സ്വയം ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് നമുക്ക് ആദ്യമേ ഒന്ന് കേൾക്കാം. ഇവർ നേരത്തെ ഒരു ചെറിയ ലോകം ഉണ്ടായിരുന്നു, ഇപ്പൊ ശരത്ത് എന്ന് പറയുന്ന ഒരു ചെറുക്കനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇവരെന്ത് സംസാരം ഉണ്ടായി. സംസാരം ഇപ്പോൾ എൻ്റെ മോനെ പഠിച്ചുകൊണ്ടിരിക്കുക, അവനോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന തന്നെ അവളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കാണും, എൻ്റെ മോളെ ഈ ആവണി. അപ്പോൾ ഞാൻ അവനെ അടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് എന്നെ അടിച്ചു. അപ്പോൾ ഇത് എന്നെ അടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവളെടുത്ത് വെള്ളത്തിൽ ചാടി. ആവണിയെ ശരത്ത് ചീത്ത വിളിച്ചു. അപ്പം ഞാനിത് കണ്ടുകൊണ്ടാണ് ചീത്ത വിളിക്കുന്ന കണ്ടോ ഞാൻ ഇവനെ അടിച്ചത്. അമ്മയെ സഹോദരൻ അപ്പം പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ആദ്യത്തെ ഒരു റൗണ്ട് ചീത്തവിളി കഴിഞ്ഞായിരുന്നു. ഇവന് ഭയങ്കര ശല്യമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഇവിടെ വാർഡ് മെമ്പർമാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ എല്ലാം നിർത്തലാക്കിയതായിരുന്നു. പിന്നെ ശല്യമെന്ന് പറഞ്ഞ് അത് പ്രശ്നമായിട്ട് എന്നോടൊന്നും പറഞ്ഞായിരുന്നു. ഇപ്പം ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെമ്പറിനോട് ഞാൻ പറഞ്ഞായിരുന്നു. മെമ്പർ പറഞ്ഞ് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു നിങ്ങൾ പട്ടികാധികാരമുണ്ട്, നിങ്ങൾ ഇതിലെ കൊടുത്തു കഴിഞ്ഞാൽ അവനോടും വിളിച്ച് പറഞ്ഞു ഇന്ന പോലൊക്കെ അത് വലിയ കേസാകും എന്നൊക്കെ പറഞ്ഞു. എന്തോ അവന് ജോലിയൊന്നുമില്ല, ചുമ്മാ നടക്കുന്നില്ല. അങ്ങനെ ഈ വഴിക്കൊക്കെ വെച്ചു. അത് മാത്രമല്ല അവന് മറ്റേ കഞ്ചാവ് കച്ചവടം മറ്റേ ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. അവനെങ്കിൽ എക്സസൈസൊക്കെ ഒന്ന് തിരക്കൊക്കെ ചെയ്യുന്നതാണ്. ഞാനിത് ഇവരോട് ആദ്യം ഒന്ന് പറഞ്ഞാൽ രോഗി ആയപ്പോഴേ ഇവരോട് ഞാൻ പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞാൽ മേലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മെമ്പറെയൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ പറഞ്ഞ് നിർത്തലാക്കിയത്. അങ്ങനെ പരിചയം തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വീട്. ഈ പിതാവ് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടുവല്ലോ. മാതാപിതാക്കൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായത് അയൽപക്കക്കാരനോടാണ്. അവന് 21 വയസ്സുണ്ട്. എന്നാൽ അതിലെ ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ വൃത്തികെട്ടവനാണ് എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. കഞ്ചാവ് കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകളുണ്ട്. പല സമയങ്ങളിലും ഇതുപോലെ അടിയും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. ആ ഒരു പയ്യനോടാണ് ഈ പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയൽപക്കത്തൊക്കെ ആൺപിള്ളേർ കാണും. അവരോട് ഈ അയൽപക്കക്കാർ എന്നുള്ള നിലയ്ക്ക് ഈ പെൺകുട്ടികളൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ അതൊരു അടുപ്പമായി മാറുമ്പോഴാണ് ഇത്തരം അപകടങ്ങളിലേക്ക് ചെന്ന് ചേരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. എന്തായാലും ഈ ഒരു അടുപ്പം ഈ വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ വിലക്കുകയും അങ്ങനെ ഈ പെൺകുട്ടി ഈ ഒരു പ്രണയത്തിൽ നിന്നും പിന്മാറി എന്നാണ് ഈ പിതാവ് പറയുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇവൻ നിരന്തരമായിട്ട് ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ വീട്ടുകാർ ഇടപെട്ട് അവിടുത്തെ മെമ്പറിനോട് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. എങ്കിലും ഇവൻ അടങ്ങിയില്ല. അതായത് ഇവൻ വെറും തല്ലിപ്പൊളിയാണ്, അതുകൊണ്ടാണ് അടങ്ങാത്തത്. അതായത് സാധാരണ ഇച്ചിരി നാണമുള്ള ആൺപിള്ളേരാണെങ്കിൽ ഇങ്ങനെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് വഴക്ക് പറയുമ്പോൾ അവരവരുടെ പാട് നോക്കി പോകും. എന്നാൽ ഇത്തരം ഫ്രോഡായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരൊന്നും അങ്ങനെ പിന്മാറി പോകത്തില്ല. ഇവരിങ്ങനെ അട്ടയെ പോലെ പിടിച്ച് ഇങ്ങനെ പുറവേ നടന്ന് ഈ പെൺകുട്ടികളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്ന പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഊരി തിരിച്ചു വരാൻ സാധിക്കത്തില്ല. ഇതുപോലെ ജീവിതം അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കുന്നത് വരെ അതിൽ കുരുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എന്തായാലും പോലീസുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പത്തനംതിട്ട വലയഞ്ചൂരി ക്ഷേത്രത്തില് ഇവര് കുടുംബമായിട്ട് ഉത്സവം കാണാൻ വേണ്ടി പോയതാണ്. ഈ പെൺകുട്ടിയുടെ പിതാവ്, അമ്മ, അതുപോലെ തന്നെ ആങ്ങള. അപ്പോൾ ഈ ഒരു പയ്യൻ, അതായത് ശരത്ത് എന്ന് പറയുന്ന ഈ അയൽപക്കക്കാരനായിട്ടുള്ള ഈ പയ്യൻ ഈ ഉത്സവ പറമ്പിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയെ ചീത്ത വിളിക്കുകയും ഏതാണ്ട് അനാവശ്യമൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ വെച്ചും ചില കശപിശകളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇവര് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയാണ്. അപ്പോൾ ഈ അച്ചൻകോവില് ആറിന് കുറുകെയുള്ള ഒരു പാലത്തിലെത്തിയ സമയത്താണ് വന്ന് ഈ പയ്യൻ വീണ്ടും ഈ പിതാവിനോടും ഈ പെൺകുട്ടിയുടെ ആങ്ങളോടും കച്ചട ഉണ്ടാക്കുന്നത്.
ആ സമയത്ത് ഇവർ തമ്മിൽ അടി ഉണ്ടാകുകയും ഈ അടി നടക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഈ ആറ്റിലേക്ക് എടുത്തു ചാടുന്നത്. അപ്പോൾ അവിടെ ആളുകളൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടുകിട്ടുന്നത്. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 14ാമത്തെ വയസ്സിൽ ഒരു 21കാരനോട് സൗഹൃദം കൂടാൻ പോയി. അയൽവക്കക്കാരൻ എന്ന നിലയിൽ ഈ പല പെൺകുട്ടികളും അയൽവക്കക്കാരോടൊക്കെ സംസാരിക്കാറുണ്ട്. അത് വീട്ടുകാരൊന്നും വലിയ രീതിയിൽ മൈൻഡ് ചെയ്യത്തില്ല. ചിലപ്പോൾ ആൺകുട്ടികൾ കാണും അയൽവക്കത്തൊക്കെ, അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ ഇങ്ങനെ അയൽപക്കത്തുള്ള പയ്യന്മാരുമായിട്ടൊക്കെ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരിങ്ങനെ സൗഹൃദം കൂടുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നുണ്ടോ എന്നുള്ള കാര്യം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു ന്യൂസാണ്. ഒരു IB ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ തലവെച്ച് സ്വയം ജീവൻ ഒടുക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പെൺകുട്ടിക്ക് ഈ IB ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തനവുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം ഈ വീട്ടുകാർ അറിഞ്ഞില്ല. അതായത് ഈ പെൺകുട്ടി ആ വീട്ടുകാരടുത്ത് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു പ്രണയം വീട്ടുകാർ അറിയുകയും പിന്നീട് അതിനെ വിലക്കുകയും പിന്നീട് അത് വിവാഹാലോചനയിലേക്കൊക്കെ പോവുകയും ഈ പെൺകുട്ടി മരണത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ പിതാവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം കേട്ട സമയത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടായത്. മരണപ്പെട്ട ഈ IB ഉദ്യോഗസ്ഥ മേഘ രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ട്രെയിനിങ്ങിന് വേണ്ടി പോയത്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട മലപ്പുറം സ്വദേശിയുമായിട്ടാണ് പ്രണയമുണ്ടായത്. ഈ മാതാപിതാക്കളോട് പറഞ്ഞതേ ഇല്ല. പിന്നീട് നാട്ടിൽ മടങ്ങി വന്ന് ഈ പെൺകുട്ടി തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്തു. ഈ പയ്യന് എറണാകുളത്ത് എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രണയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ പെൺകുട്ടി എറണാകുളത്തേക്ക് പോകും, അവൻ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് വരും. അവർ ഒരുമിച്ച് കാണാറുണ്ട്, ഒരുമിച്ച് ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ പിതാവ് ഒരു കാറ് വാങ്ങി നൽകി. അപ്പോൾ അതിനകത്തിൽ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിതാവിന്റെ ഫോണിലേക്ക് ഈ പെൺകുട്ടി എറണാകുളത്തെ ഒരു ടോൾ പ്ലാസയിൽ ഈ പണമൊടുക്കിയതിന്റെ ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഈ പെൺകുട്ടി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, അവിടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കാറുമായിട്ട് ഈ എറണാകുളത്തെ ഈ ടോൾ പ്ലാസ കടന്ന് എന്തിനാണ് പോയത് എന്ന് പിതാവ് ഈ പെൺകുട്ടിയോട് അന്വേഷിച്ച സമയത്താണ് ഈ പെൺകുട്ടിയുടെ പ്രണയം ഈ പെൺകുട്ടി വീട്ടിൽ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രണയങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മാതാപിതാക്കളായിരിക്കും ഏറ്റവും ഒടുക്കം അറിയുന്നത്. ബന്ധുക്കൾ അറിയും, സ്വന്തം സഹോദരൻ, അതായത് പെൺകുട്ടിയുടെ ആൺകുട്ടികളുടെ സഹോദരങ്ങൾക്ക് അറിയാമായിരിക്കും, അങ്ങനെ അവരുടെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, എല്ലാ ആളുകൾക്കും അറിയാമെങ്കിലും ഏറ്റവും ഒടുക്കമാണ് മാതാപിതാക്കൾ അറിയുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കൾ ചെന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവരിതിനകത്ത് വീണ് കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഒരു കാരണവശാലും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പലവിധമായിട്ടുള്ള അപകടങ്ങളും ഉണ്ടാവും. ഇതുപോലുള്ള സ്വയം മരണങ്ങളും അല്ലാതുള്ള അപകട മരണങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നിരന്തരമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പെൺകുട്ടി, ഈ ആവണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അപകട മരണമാണ്. ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ആ പെൺകുട്ടി സ്വയം ഈ ആറ്റിലേക്ക് എടുത്തു ചാടിയതാണ്. ഈ മേഘയുടെ കാര്യത്തിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രണയത്തിൽ ആ പെൺകുട്ടി വീണുപോയി, ചൂഷണത്തിന് ഇരയായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാതാപിതാക്കളെ അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി. അവസാനം സ്വയം ജീവൻ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ പെൺകുട്ടി ആയി തീരുകയും ചെയ്തു.